So 2NF ആണോ ചെക്ക് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So we have given a relational table R with 4 attributes A, B, C, D and some functional dependencies are given. So you have to check whether the given relation is in 2NF. If it is not in 2NF, we have to convert it into 2NF. Okay. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കീ. അതായത് കീ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് 2NF-ൽ ഓക്കെ. പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യണം. അതാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് കീ കണ്ടുപിടിക്കണം. അപ്പൊ കീ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത് മാത്രം എടുത്ത് ക്ലോഷർ ഒക്കെ എടുത്ത് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കീ ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ എയും ബിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. എ ഡിറൈവ് ചെയ്യാം, ബി ഡിറൈവ് ചെയ്യാം, എ ബിയുടെ ക്ലോഷറിൽ സി വരും, ഡി വരും. ഓക്കെ. അപ്പൊ എയും ബിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ABCD കിട്ടും. അപ്പൊ ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവും എ ബിന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡിറൈവ് ഓൾ ദ അതർ ആട്രിബ്യൂട്ട്സ്. അപ്പൊ എ ബി ക്ലോഷർ നോക്കിക്കേ, എ ഉണ്ടാവും, ബി ഉണ്ടാവും, എ ബി സിനെയും ഡിനെയും ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 4 ആട്രിബ്യൂട്ട്സ് ഇപ്പൊ ഇതിൽ വന്നു. അപ്പൊ എ ബി ക്ലോഷർ എന്ന് പറയുന്നതാണ് നമ്മുടെ കീ ഓഫ് ദ റിലേഷൻ. ഓക്കെ. ഇനി പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മളൊരു ടേബിൾ, അപ്പൊ ആദ്യത്തെ ഗിവൺ ടേബിൾ എന്ന് പറയുന്നത് എന്താ, ആറാണ്. ആറിനകത്ത് 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ABCD. അപ്പൊ അതിൽ എയും ബിയും ആണ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മീനിങ് ഇസ് AB കമ്പൈൻഡ് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഏതൊക്കെ തന്നിരിക്കുന്നത്, AB ഡിറൈവ് CD തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ AB കമ്പൈൻഡ് ആയിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ ബി ഒറ്റയ്ക്കാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബി ഡിറൈവ് സി എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. ഒന്നുകൂടി പറയാം, AB എന്ന് പറയുന്നതാണ് കീ. അപ്പൊ എ ബി ഒരുമിച്ച് ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ, ബി ഒറ്റയ്ക്ക് ഡിറൈവ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എ ഒറ്റയ്ക്ക് ഡിറൈവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺസിഡർ ആസ് എ പാർഷ്യൽ ഡിപ്പെൻഡൻസി. ഇവിടെ ആദ്യത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഫസ്റ്റ് ഡെറിവേഷൻ ദർ ഇസ് നോ പ്രോബ്ലം, എ ബി കമ്പൈൻഡ് ആയിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സെക്കൻഡ് വണ്ണില് ബി ഒറ്റയ്ക്ക് ഡിറൈവ് ചെയ്തു, അപ്പൊ അത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്. ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസിനെ നമ്മൾ ഈ ടേബിളിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആർ എന്ന് പറയുന്ന ഗിവൺ ടേബിളിൽ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിനെ ഡീകമ്പോസ് ചെയ്ത് സെപ്പറേറ്റ് ടേബിൾ ആക്കണം. അപ്പൊ അതെങ്ങനെ ഡീകമ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടേബിളിന് നമുക്ക് പേര് R1 എന്ന് കൊടുക്കാം. അതിൽ ആരെയൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിലത്തെ കീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ബി ആണല്ലോ. അപ്പൊ എ ബി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എയും ബിയും കൂടി മാത്രമേ ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എയും ബിയും കൂടി ഡിറൈവ് ചെയ്യുന്നത് ആരെയൊക്കെയാ, സിനെയും ഡിനെയാണ്. അപ്പൊ ഇതില് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ബി ഡിറൈവ് സി അതിൽ ഓൾറെഡി വന്നു. അതായത് ഇവിടെ സി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ബി ഡിറൈവ് സിയും കിട്ടും, അതുപോലെ ബി ഡിറൈവ് സിയും വരും. അപ്പൊ ബിയും സിയും എയും കൂടി ഒരുമിച്ച് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, എ ബി ഡിറൈവ് ചെയ്യുന്ന ഒരാളും ബി ഡിറൈവ് ചെയ്യുന്ന ആളും ഒരുമിച്ച് വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ബി ഡിറൈവ് സി ഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീകമ്പോസ് ചെയ്ത് എഴുതാം. എ ബി ഡിറൈവ്സ് സി, എ ബി ഡിറൈവ്സ് ഡി എന്നൊക്കെ എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം, ഇത് തന്നെയാണ് നമ്മൾ ഒന്നുകൂടി മാറ്റി എഴുതിയെന്ന് മാത്രം. അപ്പൊ ആദ്യത്തെ ഡെറിവേഷനിൽ നമ്മൾ എഴുതാൻ പോകുന്നത് എ ബി ഡിറൈവ്സ് ഡി ആണ്, എ ബി ഡിറൈവ്സ് ഡി. ഓക്കെ. അപ്പൊ അതിൽ എ ബി ആണ് നമ്മുടെ കീ, എ ബി ഡിനെ മാത്രമേ ഡിറൈവ് ചെയ്യുന്നുള്ളൂ, എ മാത്രമായിട്ട് ആരെയും ഡിറൈവ് ചെയ്യുന്നില്ല, ബി മാത്രമായിട്ട് ആരെയും ഡിറൈവ് ചെയ്യുന്നില്ല. ഓക്കെ. ഇതിൽ സി ആഡ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്, സി വന്നു കഴിഞ്ഞാൽ ബി ഡിറൈവ് സി അവിടെ വർക്ക് ചെയ്യും. അപ്പൊ എ ബി ആണ് ഡിറൈവ് ചെയ്യേണ്ടത്, പക്ഷെ ബി മാത്രം ഡിറൈവ് ചെയ്യുന്ന ഒരാൾ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എ ബി ഡി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ വെച്ച് നമുക്ക് ആരെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ ആണ് എ ബി ഡി. അപ്പൊ എ ബി ഡി ഉള്ള ടേബിളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിനെ ഡിറൈവ് ചെയ്യാം, എ ബി ഡിറൈവ് ഡി മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. ഇനി അപ്പൊ ബി ഡിറൈവ് സി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അടുത്തൊരു ടേബിൾ എഴുതി അതിൽ നമുക്ക് ബിനെയും സിനെയും ആഡ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എഴുതാം, ബി ഡിറൈവ് സി എഴുതാം. അപ്പൊ എ ബി ഡിറൈവ്സ് ഡി എഴുതി, ബി ഡിറൈവ് സി എഴുതി. എ ബി ഡിറൈവ് സി എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ബി ഡിറൈവ് സി ഉണ്ട്, എ ബി ഡിറൈവ് ഡി ഉണ്ട്. അപ്പോൾ വീണ്ടും എ ബി ഡിറൈവ് സി എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ, ഫസ്റ്റ് ടേബിളിൽ R1ന്റെ കീ എന്ന് പറയുന്നത് എ ബി ആണ്, എ ബി തന്നെയാണ് ഡിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. R2ലെ കീ എന്ന് പറയുന്നത് ബി ആണ്, ബി തന്നെയാണ് സിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എയും ബിയും സിയും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബി ഡിറൈവ് സി വരുമ്പോൾ ബി പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് എയും ബിയും ആണല്ലോ പ്രൈമറി കീ. ഈ പ്രൈമറി കീ കമ്പൈൻഡ് ആയിട്ട് ഒരു ടേബിളിൽ ഉണ്ട് നോക്കുക. അപ്പൊ ഇവിടെ ഈ ടേബിളിൽ ഓൾറെഡി ഉണ്ട്, അപ്പൊ പിന്നെ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് കുറച്ച് മനസ്സിരുത്തി കേൾക്കേണ്ട കാര്യങ്ങളാണ്, ഇങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ലെറ്റ് us do one more problem. Again 2NF-ലേക്ക് ഡീകമ്പോസ് ചെയ്യേണ്ടതാണ്. സോ വി ഹാവ് ഗിവൺ 4 attributes PQRST, 5 attributes ഉണ്ട്. 2NF-ലാണോ ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് കീ ഏതാന്ന് കണ്ടുപിടിക്കണം.
ഇപ്പൊ കീ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇപ്പൊ ഇതിൽ പി ഉണ്ട്, ക്യൂ ഉണ്ട്. പിയും ക്യൂവും കൂടി ആറിനെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ എസ് ഡിറൈവ്സ് ടി ആണ്. അപ്പൊ എസും കൂടി എടുത്താലാണ് നമുക്ക് ടി കിട്ടുള്ളൂ. അപ്പൊ ആരൊക്കെ ആയിരിക്കും കീ ആയിട്ട് വരാൻ സാധ്യത? പിയും ക്യൂവും എസും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എല്ലാവരും കിട്ടും. ഓക്കെ. ഇപ്പൊ പി ക്യു എസിന്റെ ക്ലോഷർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പി ഉണ്ട്, ക്യൂ ഉണ്ട്, എസ് ഉണ്ട്. പിന്നെ പി ക്യൂ ഡിറൈവ്സ് ആർ ഉണ്ട്, അതേപോലെ എസ് ഡിറൈവ്സ് ടി ഉണ്ട്. അപ്പൊ എല്ലാവരെയും കിട്ടും. ഇപ്പൊ പി ക്യു എസ് ആയിട്ട് കീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എല്ലാ അറ്റംപ്റ്റ്സിനും കിട്ടും. സോ പി ക്യു എസ് ആണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിയും ക്യൂവും എസും കൂടി ഒരു ടേബിളിൽ വന്നാൽ, പിയും ക്യൂവും എസും കൂടി ഒരു ടേബിളിൽ വന്നാൽ അവർ മൂന്നുപേരും കൂടിയാണ് കീ. അപ്പൊ അവർ മൂന്നുപേരും കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പക്ഷെ നമ്മുടെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ആദ്യത്തെ ഡെറിവേഷൻ പി ക്യൂ മാത്രമേ ഉള്ളൂ, എസ് ഇല്ല. ഓക്കെ. ഇതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. കാരണം പിയും ക്യൂവും എസും കൂടി ഡിറൈവ് ചെയ്യുന്ന സ്ഥലത്ത് പിയും ക്യൂ മാത്രം ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. അതേപോലെ ഇവിടെ എസ് ഡിറൈവ്സ് ടി വന്നു. അപ്പൊ അതും ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസി, കാരണം പിയും ക്യൂ അവിടെ ഇല്ല. ഇത് രണ്ടും പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. സോ നമ്മൾ എന്തായാലും ഇത് 2NF അല്ല, ഇതിനെ ഡീകമ്പോസ് ചെയ്യണം. ഇപ്പൊ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ പിയും ക്യൂവും എസും കൂടി ഇല്ല. അപ്പൊ പിയും ക്യൂവും എസും കൂടി ഒരുമിച്ച് ഒരു ടേബിളിൽ വരായിരിക്കും. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ടേബിൾ നമുക്ക് എങ്ങനെ എഴുതാം? R1 നമ്മൾ പിയും ക്യൂവും ആറും ആഡ് ചെയ്തെന്ന് വിചാരിക്കും. അതെങ്ങനെ ആഡ് ചെയ്യുന്നത്? ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്താ? പി ക്യൂ ഡിറൈവ്സ് ആർ. അപ്പൊ ഇവര് മൂന്നുപേരും കൂടി ഒരു ടേബിളിൽ വന്നാലേ നമുക്ക് ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പി ക്യൂ ഡിറൈവ്സ് ആർ കിട്ടി. അപ്പൊ ഇവിടെ ഓൾറെഡി പിയും ക്യൂ മാത്രമേ ഉള്ളൂ, ഇവരാണ് കീ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസിയുടെ പ്രോബ്ലം വരുന്നില്ല. ഇനി R2 എടുത്തു. R2 ഇനി ബാക്കിയുള്ളത് ആരാണ്? എസ് ഡിറൈവ്സ് ടി. അപ്പൊ എസ് ഡിറൈവ്സ് ടി കിട്ടണമെങ്കിൽ ഇവിടെ എസും ടിയും കൂടി ഒരു ടേബിളിൽ എഴുതി. അപ്പൊ നമുക്ക് എസ് ഡിറൈവ്സ് ടി എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയും കിട്ടി. അപ്പൊ നമുക്ക് തന്ന എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയും ഈ രണ്ട് ടേബിൾ വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിലിനി പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല. പക്ഷെ ഇതിലൊരു പ്രോബ്ലം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കീ എന്ന് പറയുന്നത് ആരായിരുന്നു? പി ക്യു എസ് ആയിരുന്നു. അപ്പൊ അവര് മൂന്നുപേരും കൂടി ഒരു ടേബിൾ ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഇല്ലാത്ത കാരണം നമ്മളൊരു എക്സ്ട്രാ ടേബിൾ എഴുതും. അതിൽ ജസ്റ്റ് പിയും ക്യൂവും എസും എഴുതും. ഓക്കെ. അപ്പൊ അത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കവർ ചെയ്യാനല്ല, ചുമ്മാ അവർ മൂന്നുപേരും കൂടി ഒരു ടേബിൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. നേരത്തെ പ്രോബ്ലത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി ആയിരുന്നു കീ. ആക്ച്വലി അവർ തമ്മിൽ അവർ രണ്ടുപേരുള്ള ഒരു ടേബിൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് പിന്നെ രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. ഈ പ്രോബ്ലംസ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം. സോ ദിസ് ഇസ് ദ ഡീകമ്പോസിഷൻ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ടാവും. ആദ്യം നമുക്ക് അതിന്റെ റിലേഷൻ 2NF നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് കീ കണ്ടുപിടിക്കാം. ആ മൂന്നുപേരും കൂടി ഡിറൈവ് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ അതിന്റെ അർത്ഥം അത് 2NF അല്ല. സോ വി ഹാവ് ടു ഡീകമ്പോസ് ഇൻ ടു ടേബിൾസ്. ഓക്കെ. സോ ലെറ്റ് us do one more problem. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ അഗെയിൻ വി ഹാവ് വൺ റിലേഷണൽ ടേബിൾ. ഇതിൽ കുറച്ചധികം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആർ ദർ. ദെൻ വി ഹാവ് ടു ചെക്ക് വെദർ ദ ഗിവൺ റിലേഷൻ ഈസ് ഇൻ 2NF. 2NF അല്ല, പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡീകമ്പോസ് ചെയ്യണം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കീ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ കീ ഊഹിക്കാം. അതായത് പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ പി ക്യൂ എന്ന് പറയുന്നതിന്റെ ക്ലോഷർ എടുത്താൽ നമുക്ക് എന്തിനെ ആഡ് ചെയ്യാം? ആറിനെ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ എസ് എടുത്താലാണ് എസിന്റെയും കൂടി ക്ലോഷർ കിട്ടുള്ളൂ. അപ്പൊ പിയും ക്യൂവും എസ് എന്തായാലും വേണം. എസ് കിട്ടിക്കഴിഞ്ഞാൽ പിയും എസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VW ആഡ് ചെയ്യാം, ആർ ആഡ് ചെയ്യാം. ക്യൂ എസ് ഉണ്ടെങ്കിൽ PU ആഡ് ചെയ്യാം, പി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അപ്പൊ പി ക്യു എസിന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും കവർ ചെയ്യുന്നു തോന്നുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. പി ക്യൂ എന്തായാലും പി ഉണ്ട്, ക്യൂ ഉണ്ട്, എസ് ഉണ്ട്. ഇത് ഓൾറെഡി ക്ലോഷറിൽ ഉള്ളതാണ്. ഓക്കെ. പി ക്യൂ വെച്ചിട്ട് നമുക്ക് ആറിന് കിട്ടും. അതുപോലെ പി എസ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? VW കിട്ടും. ഓക്കെ. അതുപോലെ ക്യൂ എസ് ഓൾറെഡി ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് ടി ആൻഡ് യു കിട്ടും. പി ഓൾറെഡി സെറ്റിലുണ്ട്, സോ എക്സ് ആഡ് ചെയ്യാം. ഡബ്ല്യു ഓൾറെഡി സെറ്റിലുണ്ട്, അപ്പൊ നമുക്ക് വൈ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ പി ക്യു എസിന്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടും. സോ ദ മീനിങ് ഇസ് ദ കീ ഓഫ് ദ റിലേഷൻ ഇസ് പി ക്യു എസ്. ഓക്കെ. അപ്പൊ നമുക്ക് കീ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ആകെ ഒരു ടേബിളേ ഉള്ളൂ. ആ ടേബിളിന്റെ പേര് ആർ എന്നാണ്. ആറിൽ എല്ലാ ആട്രിബ്യൂട്ട്സും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് ആരൊക്കെയാ? പിയും ക്യൂവും എസും കൂടിയാണ് കീ വരുന്നത്. അതിന്റെ അർത്ഥം ഇവര് മൂന്നുപേരും കൂടി ഡിറൈവ് ചെയ്യുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ വരാൻ പാടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണെന്നാണ്. ഇതിലെ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് ആരൊക്കെയാ? അവിടെ പിയും ക്യൂ മാത്രം ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? പി ക്യു എസ് ഡിറൈവ് ചെയ്യുന്ന സ്ഥലത്ത് പിയും ക്യൂ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് എ പാർഷ്യൽ ഡിപ്പെൻഡൻസി. അതുപോലെ ഇവിടെ പിയും എസും മാത്രമേ ഉള്ളൂ, ക്യൂ ഇല്ല. അപ്പൊ ഇതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. ഇവിടെ പി ഇല്ല, ക്യൂവും എസും ഉണ്ട്, അപ്പൊ അതും പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. ഇവിടെ പി മാത്രമേ ഉള്ളൂ, ക്യൂവും എസും ഇല്ല, അപ്പൊ ഇതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. ബട്ട് ഡബ്ല്യു ഡിറൈവ്സ് എക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ല, കാരണം അത് കീ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. ഓക്കെ.
കീ ആയിട്ട് ബന്ധമുള്ള കീയിലുള്ള ആട്രിബ്യൂട്ട്സ് വരികയാണെങ്കിൽ അവർ ഒരുമിച്ചേ വരാൻ പാടുള്ളൂ. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേരായിട്ട് വരാൻ പാടില്ല. അതാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. ഓക്കെ. പിന്നെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ട്, നമ്മൾ ഇതിനെ ഡീകമ്പോസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, പിയും ക്യൂവും എസും കൂടി ഒരുമിച്ച് വന്നാലാണ് ഇവര് പാർഷ്യൽ ഡിപ്പെൻഡൻസിക്ക് വന്ന പ്രോബ്ലം വരുള്ളൂ. അപ്പൊ അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ ആദ്യത്തെ ഡീകമ്പോസിഷൻ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, നമുക്ക് ഇതിൽ എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയും ഏതെങ്കിലും ഒരു ടേബിളിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പൊ R1 എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ ആരെയൊക്കെ എടുക്കാൻ പോകുന്നത്, പിയും ക്യൂവും ആറും എടുക്കാന്ന് വിചാരിക്കും. പിയും ക്യൂവും ആറും ഒരു ടേബിളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എഴുതാൻ പറ്റും, പി ക്യൂ ഡിറൈവ്സ് ആർ എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിൽ കീ എന്ന് പറയുന്നത് പി ക്യൂ മാത്രമേ ഉള്ളൂ. പി ക്യൂ എസ് ഉണ്ടെങ്കിലേ പ്രോബ്ലം ഉള്ളൂ, ഇവിടെ പി ക്യൂ എസ് ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല. സോ നെക്സ്റ്റ് ടേബിൾ എടുത്തു. നെക്സ്റ്റ് ടേബിളിൽ പിയും എസും വിയും ഡബ്ല്യൂയും നമുക്ക് എഴുതാം. പിയും എസും വിയും ഡബ്ല്യൂ എഴുതാം. ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, പി എസ് ഡിറൈവ്സ് ബി ഡബ്ല്യൂ എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കവർ ചെയ്ത് പോകും. ഇതിൽ ക്യൂ എന്ന് പറയുന്ന ആളില്ലാത്തതുകൊണ്ട് പിന്നെ പാർഷ്യൽ ഡിപ്പെൻഡൻസിയുടെ പ്രോബ്ലം വരില്ല. ഒരു മൂന്നുപേരും കൂടി ഒരുമിച്ച് വന്നാൽ മൂന്നുപേരും കൂടി ഒരുമിച്ച് ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് കണ്ടീഷൻ. രണ്ടുപേര് വന്നാൽ രണ്ടുപേർക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിൽ ഞാൻ എന്തിനാ ഇവിടെ ഗ്യാപ്പ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഡബ്ല്യൂ ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ ഡബ്ല്യൂ ഡിറൈവ് ചെയ്യുന്ന ഒരാളുണ്ട് വൈ. ഓക്കെ. വൈനെ വേറെ ആരും ഡിറൈവ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഡബ്ല്യൂ വൈ എന്ന് പറയുന്നത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിലത്തെ കീ എന്ന് പറയുന്നത് പിയും എസും ആണ്. ഡബ്ല്യൂ വേറൊരു കീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല. ഡബ്ല്യൂ ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഡബ്ല്യൂ വൈ എക്സ്ട്രാ ഒരു ടേബിൾ ആയിട്ട് ചെയ്താലും പ്രശ്നമില്ല. ഇവിടെ ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയും കൂടി നമ്മൾ കവർ ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ക്യൂ എസ് എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. സോ R3 എന്ന് പറയുന്ന ടേബിളിൽ ക്യൂവും എസും പിയും യുവും കൂടി ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിന് നമുക്ക് ക്യൂ എസ് ഡിറൈവ്സ് പി എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ കിട്ടും. ഓക്കെ. ഇനി പിയും എക്സും തമ്മിലുള്ള ഡെറിവേഷൻ കിട്ടണമെങ്കിൽ R4 യൂസ് ചെയ്യുക. പി ഡിറൈവ്സ് എക്സ്, പിയും എക്സും ആഡ് ചെയ്യുക. സോ ഫ്രം ദിസ് ടേബിൾ യു ക്യാൻ ഡിറൈവ് പി ഡിറൈവ്സ് എക്സ്. ഓക്കെ. അപ്പൊ ഈ 4 ടേബിൾ വെച്ചിട്ട് നമുക്ക് എല്ലാ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയും നമ്മളിപ്പോ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കേണ്ടത് ഇനി പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല, കാരണം പിയും ക്യൂവും എസും കൂടി ഒരുമിച്ച് വന്നാലാണ് ഇവർ മൂന്നുപേരും ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതിലെ കീ എന്ന് പറയുന്നത് പി ക്യൂ ആണ്, ഇവിടുത്തെ കീ എന്ന് പറയുന്നത് പി എസും പിന്നെ ഡബ്ല്യു ഡിറൈവ്സ് വൈ ഒരു കീ വരുന്നുണ്ട്. ഇവിടുത്തെ കീ ക്യൂ എസ് ആണ്, ഇവിടുത്തെ ക്യൂ ഇവിടുത്തെ പി ആണ്. ഓക്കെ. അപ്പൊ ആ പ്രോബ്ലം അവോയ്ഡ് ആയി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ കീ മൂന്നുപേരും കൂടി ഏതെങ്കിലും ടേബിളിൽ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ എവിടെയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ടേബിൾ എഴുതാം, പി ക്യൂ എസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഡീകമ്പോസിഷൻ ഇൻടു 2NF.